ഹായ്, ഐ എം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എൻ്റെ കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇന്ന് എൻ്റെ ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലം ഫീൽ ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എനിക്ക് ത്രോട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ കൂടിയിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ നിങ്ങളെല്ലാം ക്ലാസ്സിൽ ഇങ്ങനെ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാനത് എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദത്തിൽ വലിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ചില വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അങ്ങനെ വല്ല ഡൗട്ട്സും നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ ഞാൻ എല്ലാ കമൻറ്റ്സും റിപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ എന്നത്തെ പോലെ ക്ലാസ് അത്രയും ലൈവ്ലി ആയിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അത്യാവശ്യം നല്ല ക്ഷീണവും ത്രോട്ട് പ്രോബ്ലം ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ഞാനത് ചെയ്യുവാണ്. അപ്പൊ ആദ്യത്തെ എഡിറ്റോറിയലൊക്കെ നല്ല എളുപ്പമുള്ള എഡിറ്റോറിയലാണ്, അപ്പ് ബട്ട് ഔട്ട് എന്ന് പറയുന്ന എഡിറ്റോറിയൽ. അതൊരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എഡിറ്റോറിയലാണ്. സ്വാഭാവികമായിട്ട് എന്തിനെ കുറിച്ചായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഊഹിക്കാവുന്നതെന്ന് വെച്ചാൽ ചിലരൊക്കെ ഊഹിക്കും ചിലപ്പോൾ ഹോക്കിയിൽ ഇന്ത്യ ബ്രോൺസ് മെഡൽ നേടിയതിനെ കുറിച്ചാണെന്ന്. ഇന്നത്തെ രാവിലത്തെ മലയാളം പത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഹോക്കിയിൽ ഇന്ത്യ ബ്രോൺസ് മെഡൽ നേടിയതിനെ കുറിച്ചാണ്. പക്ഷെ അതല്ല ഇതിൽ എഡിറ്റോറിയൽ. ഇത് നമ്മളുടെ വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സിന്റെ ഫൈനൽ വരെ വന്നിട്ട് ഗോൾഡ് നേടുന്നതിന് അടുത്തുവരെ എത്തി. അവർ മിക്കവാറും മത്സരിച്ചിരുന്നെങ്കിൽ ഗോൾഡ് നേടിയായിരുന്നു. പക്ഷെ ഷി വാസ് ഡിസ്ക്വാളിഫൈഡ് ഓവിങ് ടു ഹെർ ഓവർ വെയിറ്റ്. ഷീ കോമ്പീറ്റഡ് ഇൻ 50 kg കാറ്റഗറി. ബട്ട് ഓൺ ദ morning weight checking, the authorities found that she is actually overweight by just 100 gram. പക്ഷെ 100 gram പോലും അലൗഡ് അല്ല. അത് യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് ഫെഡറേഷന്റെ ഗൈഡ് ലൈൻ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തേ പറ്റൂ, ഓരോ രാജ്യവും ഓരോ അത്ലറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിൽ പരാതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്ന താരം ഒരുപാട് പ്രതിസന്ധികൾ കടന്ന് വന്ന ഒരാളാണ്. ഹരിയാന എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെ ഒരു പാട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു മറ്റ് ഏത് സ്റ്റേറ്റിനെക്കാളും ആ ഒരു രീതിയിലുള്ള ഒരു സ്റ്റേറ്റ് ആണ്. പെൺകുട്ടികൾ ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് നേരിടുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അമീർ ഖാന്റെ ദംഗൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് ഫോഗട്ട് സിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. അവരുടെ ഫാമിലിയിൽ തന്നെ ഉള്ള ഒരാളാണ് ഈ വിനേഷ് ഫോഗട്ടും. അപ്പൊ അന്ന് അവര് ഫേസ് ചെയ്ത പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതിനേക്കാളും മോശമാണ് അവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ വളർന്നു വന്ന് വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറി വെയിറ്റ് ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ വലിയ വിജയങ്ങൾ നേടിത്തുടങ്ങിയപ്പോ BJPയുടെ ഒരു ലീഡറും ഒപ്പം റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ബ്രിജ്ഭൂഷൺ സിംഗ്, അയാള് ഒരുപാട് റെസ്ലേഴ്സിനെ സെക്ഷലി ഹരാസ് ചെയ്തു എന്നുള്ള പരാതി ഉന്നയിച്ചു. അതിന് പരാതിക്ക് പരിഹാരം കാണാത്തതുകൊണ്ട് ഇന്ത്യയിലെ ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ ദിവസങ്ങളോളം റെസ്ലിംഗ് താരങ്ങള് മഴയത്തും വെയിലത്തും ഒക്കെ ഫാസ്റ്റിംഗ് ചെയ്തു. പക്ഷേ പ്രൊട്ടസ്റ്റ് ചെയ്ത ഈ റെസ്ലേഴ്സിന് ജസ്റ്റിസ് കിട്ടാൻ ഒരുപാട് വൈകി. ബിക്കോസ് ഓഫ് ദ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ദിസ് ബ്രിജ്ഭൂഷൺ സിംഗ് ശരൺ was having with the government of India. He is a very famous politician from Uttar Pradesh. അപ്പൊ അത് ഒക്കെ കൊണ്ട് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ക്ലൗട്ട് കൊണ്ട് അദ്ദേഹത്തിന്റെ ഈ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പുറത്താക്കിയത് പോലും ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് അവർക്ക് ജസ്റ്റിസ് കിട്ടുകയാണ് അവസാനം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് വിനേഷ് ഫോഗട്ടിനൊന്നും വേണ്ട പ്രിപ്പറേഷൻ പോലും ഒളിമ്പിക്സിന് വേണ്ടി പറ്റിയില്ല. പിന്നെ വിനേഷ് ഫോഗട്ടിന് ഏതാണ്ട് 55 kg അടുത്ത് വെയിറ്റ് ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു 55 kg അല്ല 53 kg കാറ്റഗറിയിലാണ് അവർ മത്സരിക്കേണ്ടത്. 53 ആണോ 55 അതിൽ പറയുന്നുണ്ട്. പക്ഷേ അതിലവർക്ക് മത്സരിക്കാൻ പറ്റാതെ പോയത്, അവർ അതിലായിരുന്നു മത്സരിക്കേണ്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രോബ്ലം ഒന്നും വരൂലായിരുന്നു. അന്തിം പങ്കൽ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ താരമുണ്ട്. അവർ ഇപ്രാവശ്യത്തെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത അവരൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള പുറത്താകലായിരുന്നു അന്തിം പങ്കൽ. ആ കഥയൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഈ അന്തിം പങ്കലിന് 53 kg കാറ്റഗറിയിൽ സെലക്ഷൻ കിട്ടുകയാണ്. അപ്പൊ സെലക്ഷൻ കിട്ടിയത് കൊണ്ട് ഇവർക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ വിനേഷ് ഫോഗട്ടിന് വേറൊരു വെയിറ്റ് കാറ്റഗറിയിലോട്ട് മാറിയേ പറ്റുള്ളായിരുന്നു. അങ്ങനെയാണ് അവർ 50 kg കാറ്റഗറിയിലേക്ക് മാറേണ്ടി വരുന്നത്. അത് അവരെ സംബന്ധിച്ച് വളരെ ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് ഹെർ നാച്ചുറൽ വെയിറ്റ് ഈസ് അറൌണ്ട് 55 kg. സോ ടു ഷെഡ് വെയിറ്റ് ഫോർ ദിസ് പർട്ടിക്കുലർ വെയിറ്റ് കാറ്റഗറി ഓഫ് വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഇറ്റ് വാസ് സോ ഡിഫിക്കൽട്ട് ഫോർ ഹെർ. അപ്പൊ അതുകൊണ്ട് അവരെ ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് ഓവർ ഷൂട്ട് ചെയ്യുമായിരുന്നു. അപ്പം ഈ ഫൈനൽ മത്സരത്തിന്റെ തലേന്നും അവർ ഒരുപാട് കഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. അവർ വെള്ളം കുടിക്കാതെ തലമുടി എല്ലാം വെട്ടിക്കളഞ്ഞ് ബ്ലഡ് കുറച്ച് മാറ്റി ശരീരത്തിൽ നിന്ന് അങ്ങനെയൊക്കെ ഒത്തിരി ചെയ്ത് അവര് ബോധം കെട്ട് വരെ വീണെന്നാണ് പറയുന്നത്. പക്ഷെ സ്റ്റിൽ ഈ മത്സരത്തിന്റെ അന്ന് രാവിലെ വെയ് ചെയ്തപ്പോൾ വിധി എന്ന് പറഞ്ഞാൽ അവർക്കെതിരായിരുന്നു. അപ്പോൾ ഒരു 100 gram അവരെ വെയിറ്റ് കൂടുതൽ ആയതിന്റെ പേരിൽ അവർക്ക് മത്സരിക്കാൻ പറ്റിയില്ല.
സിൽവർ മെഡല് ഉറപ്പിച്ചിരുന്നവർക്ക് ഒരു മെഡലും കിട്ടാതെ മടങ്ങേണ്ടി വന്നു. ഇപ്പൊ അപ്പീലൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അപ്പീൽ ചെയ്തെന്നും പറഞ്ഞും വലിയ ഗുണം ഉണ്ടാവും തോന്നുന്നില്ല. കാര്യം ഇതുവരെയുള്ള റൂൾസ് എല്ലാം ഇങ്ങനെയാണ്. അപ്പോൾ ഒരാൾക്ക് വേണ്ടി അങ്ങനെ റൂൾ മാറ്റാനൊന്നും സാധ്യതയില്ല. അപ്പൊ സ്റ്റിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ നമ്മളുടെ പെൺകുട്ടികളുടെ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമാണ്. അവർ മെഡൽ ഒന്നും വിൻ ചെയ്തില്ലെങ്കിലും മെഡൽ വിൻ ചെയ്ത ആൾക്കാരെക്കാളും വലിയ ഒരു അച്ചീവറാണ്. നമ്മൾ ഈ വീഡിയോ തന്നെ കാണുന്ന ഒരുപാട് പെൺകുട്ടികൾ കാണും. ഞാനപ്പോൾ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത്, നേരിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പെൺകുട്ടികളോട് എപ്പോഴും പറയും, നിങ്ങൾ ഈ മാരേജും മറ്റ് ഫാമിലി കമ്പൽഷൻസും ഒക്കെ കൊണ്ട് നമ്മളെ പഠിത്തമോ അല്ലെങ്കിൽ നമ്മളുടെ ബിഗ് എയിംസ് ഒക്കെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് വലിയ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനൊക്കെ നേടിയിട്ട് ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ അകത്ത് ആരെങ്കിലും ഭാര്യയായിട്ടും 2-3 കുട്ടികളുടെ അമ്മയായിട്ടും ഒക്കെ ഒതുങ്ങി കൂടുക എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ഒരു 60-70 വയസ്സൊക്കെ ആയി നമ്മൾ വയസ്സാം കാലത്ത് നമ്മൾ വാർദ്ധക്യത്തിലെത്തിയിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്ത് നേടി എന്ന് ചോദിച്ചാൽ, ഈ മിക്കവാറും ഇന്ത്യൻ സാഹചര്യത്തിൽ വളർന്ന പെൺകുട്ടികളൊന്നും ഒന്നും നേടുന്നില്ല. 1-2 കുട്ടികളെ നേടുന്നു, ചിലപ്പോൾ ഒരു നല്ല ഫാമിലി ലൈഫ് നേടുന്നു, ചിലപ്പോൾ ഞാൻ പറയാൻ കാര്യം പാർട്ട്ണർ നല്ല ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും നേടുന്നില്ല. നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നേടിയിട്ട് വിദ്യാഭ്യാസം അവസാനിച്ച് ഫാമിലി നോക്കുന്ന ഹൗസ് വൈഫുകളായിട്ട് മാറേണ്ടി വന്ന എത്രയെങ്കിലും പെൺകുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ആരും പോകരുത്. വിനേഷ് ഫോഗട്ടിനെയൊക്കെ പോലുള്ള ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ തോന്നണം. ഫ്യൂച്ചറിൽ നമുക്ക് എല്ലാവർക്കും വിനേഷ് ഫോഗട്ട് ആകാൻ പറ്റിയില്ലെങ്കിൽ ലൈഫിൽ നല്ല ഫൈറ്റേഴ്സ് ആവാൻ പറ്റും. ലൈഫിൽ നല്ല നമ്മളുടെ എല്ലാ ഓഡ്സിനും എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് ഒരു ചാമ്പ്യൻ ആവാൻ പറ്റും. നമുക്ക് നല്ല ജോലികൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ പറ്റും. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നേടിയെടുക്കാൻ പറ്റും. ഈ നേഷന്റെ ഗ്രോത്തിലേക്ക് ടാക്സ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ടാക്സ് എന്ന് പറഞ്ഞാൽ അംബാനിയൊന്നും പേ നടക്കുള്ള ടാക്സ് അല്ല. ഒരു ജോലി നേടി നമുക്ക് ഇൻകം ടാക്സ് പേ ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ നമ്മൾ ഒരു വർഷം 1 ലക്ഷം രൂപയായിരിക്കും ഇൻകം ടാക്സ് പേ ചെയ്യുന്നത്. ബട്ട് ദാറ്റ് ഓൾസോ ആഡ്സ് ടു ദ ഗവൺമെന്റ്സ് റിസോഴ്സസ്. ദേ ക്യാൻ യൂട്ടിലൈസ് ഇറ്റ് ഫോർ ദ നാഷണൽ വെൽഫെയർ. അപ്പോൾ അതിലൊരു കോൺട്രിബ്യൂട്ടറി ആയിട്ട് നമുക്ക് മാറാൻ പറ്റും. അങ്ങനെയൊക്കെ ആകുമ്പോഴല്ലേ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുള്ളൂ. അപ്പം ആ ഒരു രീതിയിൽ ഇതിനെല്ലാത്തിനെയും കാണുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എഡിറ്റോറിയൽ അതിനെ കുറിച്ചായിരുന്നു, അവരുടെ ആ ഒരു തിരിച്ചടിയെ കുറിച്ചായിരുന്നു. രണ്ടാമത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഗിൽറ്റി ഓൺ സെർച്ച് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇത് ഗൂഗിളിന് ഇപ്പൊ അമേരിക്കയിൽ നേരിട്ട ഒരു തിരിച്ചടിയെ കുറിച്ചാണ്. ഗൂഗിളിന് എഗെയിൻസ്റ്റ് ആയിട്ട് അമേരിക്കയിലെ ഡിസ്ട്രിക്ട് കോർട്ട് ഓഫ് കൊളംബിയയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ കൊളംബിയൻ ഡിസ്ട്രിക്ട് കോർട്ടിന്റെ ജഡ്ജി ഒരു ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് അമിത് പി മേത്ത എന്നാണ്. അദ്ദേഹം കണ്ടെത്തിയത് ഗൂഗിളിന്റെ മാർക്കറ്റിലെ ഡോമിനന്റ് പൊസിഷൻ അവര് മൊണോപ്പൊളിസ്റ്റിക് ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നാണ്. മാർക്കറ്റിൽ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിൽ ഗൂഗിൾ തന്നെയാണല്ലോ ഡോമിനന്റ്, സെർച്ച് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. അപ്പൊ അവരെങ്ങനെ അത് ആ ഒരു മൊണോപ്പൊളിസ്റ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് അവരെങ്ങനെ കൊണ്ടുവന്നു വെച്ചാൽ, മെയിൻലി സ്മാർട്ട് ഫോൺസിന്റെ കേസിൽ അവർ പറയുന്നത് ആപ്പിളുമായിട്ട്, ലോകത്തിലെ ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ മാനുഫാക്ചറേഴ്സ് ആപ്പിളും സാംസങ്ങും ആണ്. ഇവർ രണ്ടുപേരുമായിട്ടും വലിയ എഗ്രിമെന്റ്സ് ഉണ്ടാക്കിയിട്ട് അവരുടെ ഓരോ ഫോൺസിന്റെ അകത്തും സെർച്ച് എഞ്ചിനായിട്ട് ഇൻബിൽട്ട് ആയിട്ട് ഈ പറഞ്ഞ ഗൂഗിൾ തന്നെ അവര് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചു. അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ കോമ്പറ്റേറ്റേഴ്സിനുണ്ടായിരുന്ന കോമ്പറ്റേറ്റീവ് എഡ്ജ് അതോടുകൂടി ഇല്ലാതായി. അപ്പോൾ അങ്ങനെ ഒരു മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്ത മൊണോപ്പൊളിസ്റ്റിക് ആയിട്ടുള്ള ബിസിനസ് ഫേമായിട്ട് ഗൂഗിൾ മാറി എന്നും അതുകൊണ്ട് അതിന് ഇനി എന്താണ് അമേരിക്കൻ അധികൃതർ അല്ലെങ്കിൽ ഈ കോടതി ഇപ്പോ ഡിസ്ട്രിക്ട് കോർട്ട് ഓഫ് കൊളംബിയ വിധിക്കാൻ പോകണമെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ 2 സാധ്യതകളാണ് ഉള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ഗൂഗിളിന് വേണമെങ്കിൽ ഭയങ്കര വലിയ ടെക് കമ്പനികൾ, ഇതിന് സമാനമായിട്ടുള്ള സംഭവം ചൈനയിൽ നടന്നിട്ടുണ്ട്. ചൈനയിലെ ഏറ്റവും വലിയ കമ്പനിയായിരുന്ന ആലിബാബ, ജാക്മ എന്ന് പറയുന്ന ഒരു ചൈനീസ് ഓണ്ടർപ്രണർ ആണ് ആലിബാബ സ്റ്റാർട്ട് ചെയ്തത്. ഒരു സമയത്ത് ആമസോണിനെക്കാളും സെയിൽ ഉണ്ടായിരുന്ന കമ്പനിയാണ്. പക്ഷെ ചൈനീസ് ഗവൺമെന്റ് മനസ്സിലായി ആലിബാബയുടെ ഇൻഫ്ലുവൻസ് ഗവൺമെന്റിന്റെ ഇൻഫ്ലുവൻസിനെക്കാളും ഇൻക്രീസ് ചെയ്ത് പോകുന്നു. അപ്പൊ ചൈനയിൽ ഒരിക്കലും അത് ഇഷ്ടപ്പെടത്തില്ല. ചൈന ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്, ഒരു ഓട്ടോക്രാറ്റിക് രാജ്യമാണ്. അവരപ്പോഴേ ആലിബാബയെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള ആ ഒരു
തീരുമാനമെടുത്തു. അങ്ങനെ ആലിബാബയുടെ ആ ഒരു ജൈജാന്റിക് സൈസ് റെഡ്യൂസ് ചെയ്യാൻ അവർക്ക് പറ്റി. ഇതേ രീതിയിൽ ഗൂഗിൾ പോലുള്ള ബിഗ് ടെക് കമ്പനീസ് എന്നറിയപ്പെടുന്ന സ്ഥാപനങ്ങളെ ചെറുതാക്കാൻ പറ്റും, കട്ട് ടു സൈസസ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ കട്ട് ടു സൈസ് ആക്കാൻ പറ്റും. പക്ഷെ അതിന് അതിൻ്റെതായ ഒരുപാട് ഇംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണം ഈ കോടതി വിധിക്കുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഞാൻ പറഞ്ഞല്ലോ ആപ്പിളുമായിട്ടും സാംസങ്ങുമായിട്ടൊക്കെ അവർ എഗ്രിമെന്റ് ഉണ്ടാക്കി വച്ചേക്കുന്നതുകൊണ്ടാണല്ലോ ഈ അവരുടെ ആപ്പിളിന്റെ സാംസങ്ങിന്റെ ഒക്കെ ഫോണുകളിൽ ഇൻബിൽട്ട് ആയിട്ട് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ വരുന്നത്. അപ്പൊ ഈ കമ്പനികളോട്, ആപ്പിൾ സാംസങ് പോലുള്ള കമ്പനികളോട് ഈ ഗൂഗിളുമായിട്ടുള്ള എഗ്രിമെന്റ് അവസാനിപ്പിക്കാൻ പറയാം. അങ്ങനെ അവസാനിപ്പിക്കാൻ പറഞ്ഞാൽ അതിന്റെ വലിയ തിരിച്ചടി കിട്ടാൻ പോണത് ആപ്പിളിനും സാംസങ്ങിനും ഒക്കെ തന്നെ ആയിരിക്കും. കാര്യം ഈ ചുമ്മാതെ ഗൂഗിളുമായിട്ട് ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി വെക്കോ? ഇല്ല, ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ എഗ്രിമെന്റാ. ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്ന വഴി ഗൂഗിൾ ഈ പറഞ്ഞ ആപ്പിളിനും സാംസങ്ങിനും ഒക്കെ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് കിട്ടും. ഒറ്റയടിക്ക് ആ ഒരു റവന്യൂ ഇല്ലാതാവും. എന്ന് മാത്രമല്ല, ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സെർച്ച് എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാൻ ആപ്പിളും സാംസങ്ങും നിർബന്ധിതരാവും. ഇപ്പൊ അവർക്ക് അതിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ അവർക്ക് കോടികൾ ഗൂഗിളിന്റെ നിന്ന് കിട്ടുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് സെർച്ച് എഞ്ചിൻ ഉണ്ടാക്കാൻ ആപ്പിളിനോടും സാംസങ്ങിനോടും ഒക്കെ പറയുന്നല്ല, പക്ഷെ അവർ നിർബന്ധിതരാവും. ഒരു സെർച്ച് എഞ്ചിൻ ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ അതിനകത്ത്. പക്ഷെ ആ സെർച്ച് എഞ്ചിൻ സക്സസ്ഫുൾ ആയിക്കൊള്ളണമെന്നില്ല. കാരണം യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് ഡേറ്റാബേസ് ഉള്ള ഒരു സംഭവമായിട്ട് അത് മാറിക്കഴിഞ്ഞാൽ മാത്രമേ അത് ഇതാവുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു വിധി വന്നാൽ ഈ ഗൂഗിളും നന്നാവും. ഗൂഗിൾ കുറച്ചുകൂടെ നല്ല പ്രോഡക്റ്റുകൾ, ഇത്തരത്തിലുള്ള മൊണോപ്പൊളിസ്റ്റിക് പ്രാക്ടീസസ് ഒന്നും ഇല്ലാതെ അവര് ഈ സെർച്ച് എഞ്ചിൻ മേഖലയിൽ ഇറക്കാൻ തുടങ്ങും. അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. അപ്പൊ എന്തായാലും അൾട്ടിമേറ്റ്ലി ഈ ഒരു കേസിന്റെ വിധി, ഈ പറഞ്ഞ കേസില് അമിത് മേത്ത എന്ന് പറഞ്ഞ ജഡ്ജ് വിധിക്കാൻ പോണ വിധി ഭാവിയിൽ ഇതുപോലുള്ള ഒരുപാട് കേസസ് ലോകത്തിലെ ഏറ്റവും വലിയ ടെക് കമ്പനികളായ ബിഗ് ടെക് കമ്പനീസായ ആമസോണിനും ആപ്പിളിനും മെറ്റയ്ക്കും ഒക്കെ എഗൻസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഭാവിയിൽ ഈ ഗൂഗിളിന്റെ ഈ വിധിയെ ഫോളോ ചെയ്തായിരിക്കും മറ്റ് കേസുകളിലും ഈ ബിഗ് ടെക് കമ്പനീസിന് എഗൻസ്റ്റ് ആയിട്ടുള്ള വിധികൾ വരാൻ പോകുന്നത് എന്നാണ് ഈ പറഞ്ഞ എഡിറ്റോറിയലിൽ ഡിസ്കസ് ചെയ്തേക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി വേറൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഇത് രണ്ട് എഡിറ്റോറിയൽസ് ആയിരുന്നു. ഇനി അടുത്ത ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എ മൊമെന്റ് ഫോർ ജസ്റ്റ് ട്രാൻസിഷൻ ലിറ്റിഗേഷൻ ഓൺ ടു ടേക്ക് വിങ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട്. ഇത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനുമായിട്ടും ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. ക്ലൈമറ്റ് ചേഞ്ച്, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ, അതൊക്കെയാണ്. അപ്പൊ ഇതിന് സമാനമായിട്ടുള്ള 1-2 ആർട്ടിക്കിൾസ് ഓൾറെഡി ഈ ഹിന്ദുവിൽ വന്നിട്ടുള്ളതാണ്. അങ്ങനെ ആർട്ടിക്കിൾസ് വരാൻ കാരണം ഇതെല്ലാം ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആർട്ടിക്കിൾസ് എല്ലാം വന്നേക്കുന്നത്. ആ കേസിന്റെ പേര് MK രഞ്ജിത് സിംഗ് ആൻഡ് അതേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ്. MK രഞ്ജിത് സിംഗ് ആൻഡ് അതേഴ്സ്, MK രഞ്ജിത് സിംഗ് ആൻഡ് അതേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസ്. അതെന്താണ് കേസ് എന്ന് ഞാൻ പറയുന്നതിന് മുമ്പ്, അതിന് സുപ്രീം കോർട്ടിന്റെ ഒരു വിധി ഇപ്പൊ വരാൻ പോയാണ്. അതിന് സുപ്രീം കോർട്ട് റെക്കഗ്നൈസ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് മൂലം ഉണ്ടാകുന്ന അഡ്വേഴ്സ് ഇമ്പാക്ട്സ് ഹ്യൂമൻ ബീയിങ്ങിനെയാണ് മെയിൻലി ബാധിക്കുന്നത്. അപ്പം അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഹ്യൂമൻ ബീയിങ്ങിന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്, മൗലികാവകാശങ്ങൾ നമുക്കറിയാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 12 തൊട്ട് ആർട്ടിക്കിൾ 35 വരെ എഴുതി വെച്ചേക്കുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾ. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ് ഇതുപോലുള്ള എൻവയോൺമെന്റ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചുകളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന പ്രോബ്ലംസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവകാശം. അത് ഈ MK രഞ്ജിത് സിംഗ് ആൻഡ് അതേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിൽ ഈ ഇടയ്ക്ക് കഴിഞ്ഞ മാസം സുപ്രീം കോടതി നടത്തിയ പരാമർശമാണ്. ആ കേസിന്റെ ഫൈനൽ വിധി വരാൻ പോയാണ്. അപ്പൊ ആ കേസിന്റെ ഫൈനൽ വിധി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, സുപ്രീം കോടതി ഈ രീതിയിൽ ചിന്തിച്ചാൽ അത് വേൾഡിൽ തന്നെ വലിയ മാറ്റങ്ങളുടെ തുടക്കത്തിന് കാരണമാകുന്ന ഒരു ജഡ്ജ്മെന്റ് ആയിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പോകുന്നത്. ഇങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെ ചിന്തിക്കണമെന്ന് ഇവർ ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് ചിന്തിക്കണമെന്നാണ് ഈ പറഞ്ഞേക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇതായിട്ട് പറയാം. ജസ്റ്റ് ട്രാൻസിഷനെ കുറിച്ച് ചിന്തിക്കണമെന്നാണ്. ജസ്റ്റ് ട്രാൻസിഷൻ, JUST, ജസ്റ്റ് ട്രാൻസിഷൻ അതെന്താണെന്ന് നോക്കാം. നമുക്കറിയാം
ലോകം മുഴുവനും ക്ലൈമറ്റ് ചേഞ്ചും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെയും കുറിച്ച് വളരെ ബോധവാന്മാരായി പതുക്കെ നെറ്റ് സീറോ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നെറ്റ് സീറോ എന്ന് പറഞ്ഞാൽ കാർബൺ എമിഷനും കാർബൺ അബ്സോർപ്ഷനും ഈക്വൽ ആവുന്ന ആ ഒരു ഇതിനെയാണ് നെറ്റ് സീറോ എന്ന് പറയുന്നത്. 2070 ആണ് ഇന്ത്യ നെറ്റ് സീറോ അച്ചീവ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഇയർ. US അച്ചീവ് ചെയ്യാൻ വെച്ചിരിക്കുന്ന വർഷം 2050 ആണ്. ചൈന നെറ്റ് സീറോ അച്ചീവ് ചെയ്യാൻ വെച്ചിരിക്കുന്ന വർഷം 2060 ആണ്. അപ്പൊ ഈ നെറ്റ് സീറോ അച്ചീവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ ഫീൽഡിലും ഡീകാർബണൈസേഷൻ എന്നൊരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്ത് പോകും. ഡീകാർബണൈസ് ചെയ്യുക. പതുക്കെ കാർബൺ എമിഷൻ ഉണ്ടാകുന്ന ഇൻഡസ്ട്രീസിൽ നിന്ന് അല്ലെങ്കിൽ കാർബൺ എമിഷൻ ഉണ്ടാകുന്ന എന്തൊക്കെ പ്രോസസ് ഉണ്ടോ അതിൽ നിന്നൊക്കെ പതുക്കെ മാറി ഡീകാർബണൈസ് ചെയ്യുക കംപ്ലീറ്റ് നമ്മളുടെ പ്രോസസ്സുകളെ. അപ്പൊ ഈ MK രഞ്ജിത് സിംഗ് ആൻഡ് അതേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ ഈ ഡീകാർബണൈസേഷൻ ഒരു ആസ്പെക്ട് ആയിട്ട് വരുന്നുണ്ട്. അതിന്റെ കാരണം ഈ കേസ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം. ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും ഒക്കെ ഡീകാർബണൈസേഷൻ എഫേർട്ടിന്റെ ഭാഗമായിട്ട് റിന്യൂവബിൾ എനർജി സോഴ്സസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സോളാർ പ്ലാന്റുകൾ, വിൻഡ് പ്ലാന്റുകൾ, വിൻഡ് ടർബൈനും വിൻഡ് പവർ പ്ലാന്റുകളും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പൊ ഇതെല്ലാം ഡീകാർബണൈസേഷൻ എഫേർട്ടിന്റെ ഭാഗമല്ലേ. കാര്യം ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിച്ചാൽ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പവർ ഈസ് ടോട്ടലി ഫ്രീ ഓഫ് കാർബൺ. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് എ ഡീകാർബണൈസേഷൻ പ്രോസസ് ഓർ ഡീകാർബണൈസേഷൻ എഫേർട്ട് ആണ്. അപ്പോ ഇങ്ങനെ ഈ പാടങ്ങൾ സ്ഥാപിച്ചു രാജസ്ഥാനിലും പിന്നീട് അതുപോലെ ഗുജറാത്തിലും ഒക്കെ റിന്യൂവബിൾ എനർജി സോഴ്സസ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സോളാർ ഫാമുകളും ഒക്കെ സ്ഥാപിക്കുകയാണ്. അപ്പൊ അവിടെ ഗ്രിഡ് കണക്ടിവിറ്റിയും വേണം. അപ്പൊ അവിടെ നിന്ന് ഇലക്ട്രിസിറ്റി പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇലക്ട്രിക് ലൈനുകൾ നമ്മളുടെ മുകളിൽ കൂടെ ഉണ്ട്. അപ്പൊ ഇത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്ന പക്ഷികൾ പലപ്പോഴും ഈ ഹൈ ടെൻഷൻ ലൈനുകളിൽ തട്ടി വീണ് ചത്തുപോകുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോ ഈ ഹൈ ടെൻഷൻ ലൈനുകൾ മുകളിൽ കൂടെ വലിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡുകളുടെ ആവാസ വ്യവസ്ഥയിൽ വലിയ നാശനഷ്ടം സംഭവിക്കുകയും അത് വലിയൊരു ഒരു ഇഫക്റ്റ് ഈ പറഞ്ഞ ബയോഡൈവേഴ്സിറ്റിയിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ട്രാൻസിഷന്റെ മീനിങ് ഒന്നുകൂടെ നോക്കാം. ജസ്റ്റ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ മിറ്റിഗേഷൻ എഫേർട്സ്, അതായത് ഇപ്പോൾ ഡീകാർബണൈസേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു മിറ്റിഗേഷൻ എഫേർട്ടാണ് നമ്മൾ റിന്യൂവബിൾ എനർജി സോഴ്സിലേക്ക് പോവുക എന്നുള്ളത്. നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള കോൾ ഫയർഡ് പവർ പ്ലാന്റുകൾക്ക് പകരം നമ്മൾ ഇതുപോലുള്ള സോളാർ അല്ലെങ്കിൽ വിൻഡ് ഇതുപോലുള്ള സംഭവങ്ങളിലേക്ക് മാറുന്നു. അപ്പം അതൊരു മിറ്റിഗേഷൻ എഫേർട്ടാണ്. അങ്ങനെ ഒരു മിറ്റിഗേഷൻ എഫേർട്ടിന്റെ ഭാഗമായിട്ട് ഡീകാർബണൈസേഷൻ പ്രോജക്റ്റുകളൊക്കെ നടപ്പാക്കുന്ന സമയത്ത് ഇതുകൊണ്ടുണ്ടാവുന്ന ഇംപ്ലിക്കേഷൻസ് ഒരുപാട് പേർക്കുണ്ടാവും. ഇപ്പൊ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ഉണ്ടാകുന്ന പ്രശ്നം പോലെ ഹ്യൂമൻ ബീങ്ങിന് ഉണ്ടാവും. ഈ ഹ്യൂമൻ ബീങ്ങിൽ തന്നെ കൂടുതൽ വൾണറബിൾ എന്ന് പറയുന്നത് ഫീമെയിൽ പോപ്പുലേഷൻ, അതുപോലെ മൈനോറിറ്റീസ്, അതുപോലെ ചിൽഡ്രൻ അവരൊക്കെ ആയിരിക്കും, അതുപോലെ ലേബേഴ്സ് അവരൊക്കെ ആയിരിക്കും. അപ്പൊ ലോകം മുഴുവനും ഈ ജസ്റ്റ് ട്രാൻസിഷൻ എന്ന് പറയുന്നതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതുപോലെ ഉള്ള ഡീകാർബണൈസേഷൻ എഫേർട്ടുകളിൽ അല്ലെങ്കിൽ മിറ്റിഗേഷൻ ഭാഗമായിട്ട് വരുന്ന എഫേർട്ടുകളിൽ ആർക്കും തന്നെ ഇമ്പാക്റ്റ് ഒരു പരിധി കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. അതായത് ഒരു വിഭാഗത്തിന് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാവുന്നു, വേറൊരു വിഭാഗത്തിന് ഇമ്പാക്ട് കുറവ്, അങ്ങനെയല്ല. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റിയാണ് ഇതിന്റെ ഇമ്പാക്ട് ഷെയർ ചെയ്യുന്നതിന്റെ ഒക്കെ. അല്ലെങ്കിൽ ഇമ്പാക്ട് ഇല്ലാതാക്കുമ്പോൾ ആർക്കും ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് അവരുടെ മുകളിൽ വരരുത്. അതാണ് ജസ്റ്റ് ട്രാൻസിഷൻ. എന്നാണ് എന്റെ മീനിങ്. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ജസ്റ്റ് ട്രാൻസിഷൻ. സ്ത്രീകൾക്ക് മാത്രം കൂടുതൽ ഇമ്പാക്ട് ആയിട്ട് വരരുത്, ലേബേഴ്സിന് മാത്രം കൂടുതൽ ഇമ്പാക്ട് ആയിട്ട് വരരുത്, ചിൽഡ്രന് മാത്രം കൂടുതൽ ഇമ്പാക്ട് ആയിട്ട് വരരുത്, മൈനോറിറ്റീസിന് മാത്രം കൂടുതൽ ഇമ്പാക്ട് ആയിട്ട് വരരുത്. എല്ലാവരും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകണം, അതിന്റെ ഇമ്പാക്ട് ആണെങ്കിലും എന്താണെങ്കിലും. അതാണ് ജസ്റ്റ് ട്രാൻസിഷൻ. അപ്പൊ ലോകം മുഴുവൻ ഈ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റ് ട്രാൻസിഷൻ എഫേർട്ട് കൂടുതൽ വേഗതയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം ഡീകാർബണൈസേഷൻ എന്ന് പറഞ്ഞ ടാർഗറ്റ് വളരെ ഫാസ്റ്റ് അപ്രോച്ചിങ് ആണ്. 2050 is not too far. അല്ലെ 2060 is not too far. In our case 2070 is also not too far. നമ്മളുടെ ഡീകാർബണൈസേഷൻ നെറ്റ് സീറോ ടാർഗറ്റ് ഒക്കെ അത് അപ്പോഴാണ് വച്ചേക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ലോകം മുഴുവനും ഈ ജസ്റ്റ് ട്രാൻസിഷന്റെ കേസ് എടുക്കുമ്പോൾ ഹ്യൂമൻ ബീയിങ്ങിന് വരുന്ന പ്രോബ്ലംസിനെ കുറിച്ച് മാത്രം ആണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു സ്ത്രീകള്, കുട്ടികള്,
ലേബേഴ്സ് അങ്ങനെയൊക്കെ. നേച്ചറിന് വരുന്ന ഇമ്പാക്ട്, നേച്ചർ എന്ന് പറയുമ്പോൾ ബയോഡൈവേഴ്സിറ്റിയും വരും. ഈ ബയോഡൈവേഴ്സിറ്റിയിൽ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡും വരും. അപ്പൊ അവർക്കും കൂടെ നേച്ചറിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ജസ്റ്റ് ട്രാൻസിഷൻ, അതിനെക്കുറിച്ച് ലോകത്ത് പോലും ചിന്തിക്കുന്നില്ല, ഇന്ത്യയിൽ പ്രത്യേകിച്ചും. അപ്പൊ ഇന്ത്യയിൽ സുപ്രീം കോടതിക്ക് നേച്ചറിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, ഇത്രയും കാലം ജസ്റ്റ് ട്രാൻസിഷൻ ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ ഹ്യൂമൻ ബീങ്സിനെ ആയിരുന്നു, അതിന്റെ കൂടെ നേച്ചറിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ ബയോഡൈവേഴ്സിറ്റി ഇൻക്ലൂഡ് ആവും. ഈ ഒരു കേസിൽ അത് നമുക്ക് സുപ്രീം കോടതിക്ക് അതിന്റെ ഒരു ഗൈഡ് ലൈൻ കൊടുക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു കേസ് തന്നെ പോയേക്കുന്നത്, രഞ്ജിത്ത് സിംഗിന്റെ ഈ കേസ് എന്ന് പറയുന്നത്. അപ്പം അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അപ്പൊ ഇതില് പ്രൊട്ടക്ട് ചെയ്യാൻ എന്താണ്, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. മുകളിൽ കൂടെ പോയിരിക്കുന്ന വയേഴ്സ് എല്ലാം അണ്ടർഗ്രൗണ്ടിൽ കൂടെ ആക്കുക. നമ്മളിപ്പോ തിരുവനന്തപുരത്തൊക്കെ ചെയ്ത പോലെ സ്മാർട്ട് സിറ്റി പ്രോജക്ടിന്റെ ഭാഗമായിട്ട് മുകളിൽ കൂടെയുള്ള ഇലക്ട്രിക് ലൈൻ എല്ലാം അണ്ടർഗ്രൗണ്ടിൽ കൂടെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്, ഏതാണ്ടൊക്കെ ആക്കി കഴിഞ്ഞു. ഇതേപോലെ അണ്ടർഗ്രൗണ്ട് അതിന്റെ ഫീസിബിലിറ്റി പഠിക്കുക. അതൊക്കെയാണ് സുപ്രീം കോടതി ഇനിയിപ്പോൾ വിധി പറയാൻ പോകുന്നത്. അപ്പൊ സുപ്രീം കോടതി വിധി പറയുമ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു നടപടി എടുത്താൽ സ്വാഭാവികമായിട്ടും ജസ്റ്റ് ട്രാൻസിഷന് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോസസ് ദാറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് നേച്ചർ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. മനസ്സിലായി? അങ്ങനെ ഒരു ഡയറക്ഷൻ, അങ്ങനെ ഒരു പ്രസിഡന്റ് ഈ ഒരു കേസിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ, സുപ്രീം കോടതി കൊണ്ടുവരാൻ പറ്റിയാൽ, ഇത്തരത്തിലുള്ള 20ഓളം കേസുകൾ ജസ്റ്റ് പിന്നീട് ഈ ഡീകാർബണൈസേഷന്റെ ഭാഗമായിട്ടുള്ള ഈ പറഞ്ഞ സോളാർ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സോഴ്സസിന്റെ ഒക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള 20ഓളം കേസുകൾ ഇന്ത്യയിൽ പല ഭാഗങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അതിന്റെ എല്ലാം വിധി വരുമ്പോൾ ജസ്റ്റ് ട്രാൻസിഷൻ ഇൻക്ലൂഡിങ് നോട്ട് ഓൺലി ഹ്യൂമൻ ബീങ് ബട്ട് ഓൾസോ നേച്ചർ, അതിന്റെ ഒരു രീതിയിലായിരിക്കും പിന്നെ മറ്റ് കോടതികളെല്ലാം ഈ കേസിന്റെ വിധി പറയാൻ പോകുന്നത്. അപ്പൊ ഇതൊരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു അവസരമാണ് സുപ്രീം കോടതിക്ക് ജസ്റ്റ് ട്രാൻസിഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ. ലോകം മുഴുവനും നമ്മൾ ഹ്യൂമൻ ബീയിങ്ങിനെ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ നേച്ചറിനെ കൂടെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഈ രഞ്ജിത്ത് സിംഗ് ആൻഡ് അതേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിൽ ഫൈനൽ വിധി ഇപ്പൊ ദിവസങ്ങൾക്കാണ് സുപ്രീം കോടതി പറയുമ്പോൾ അവർക്ക് ഈ ഒരു ഡയറക്ഷനിൽ തിങ്ക് ചെയ്യാവുന്നതാണ്. അതൊരു ലാൻഡ്മാർക്ക് വേർഡിക്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഓക്കെ, ഇനി അതിന് താഴെയുള്ള ആർട്ടിക്കിൾ ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ചേഞ്ച് ഇൻ ബംഗ്ലാദേശ് ദ ചലഞ്ചസ് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. യഥാർത്ഥത്തിൽ ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു, ഹിന്ദു പത്രം ഡിസ്കസ് ചെയ്തപ്പോൾ. പ്ലസ് ഞാൻ ഇന്നലെ അതിന് ഇട്ടേക്കുന്ന ടൈറ്റിലൊക്കെ അത്യാവശ്യം ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈറ്റിലാണ്, മലയാളിക്ക് എന്ത് കാര്യം ബംഗ്ലാദേശിൽ എന്നും പറഞ്ഞ് ഞാനൊരു ടൈറ്റിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇന്നലെ എൻ്റെ മറ്റേ യൂട്യൂബ് ചാനലായിട്ടുള്ള ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾ ഇന്ന് ആ ഒരു വീഡിയോ കൂടെ കാണുക. അപ്പൊ അതിൻ്റെ അകത്ത് മലയാളിക്ക് എന്ത് കാര്യം ബംഗ്ലാദേശിലെന്ന് ഞാൻ ചോദിക്കാൻ കാര്യം വേറെ ഒന്നുമല്ല. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ മലയാളി അങ്ങ് സെലിബ്രേറ്റ് ചെയ്യായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ റെസിഗ്നേഷൻ ആൻഡ് ഫർദർ ഫ്ലീയിങ് ഓഫ് ഹെർ ഫ്രം ബംഗ്ലാദേശ് ടു ഇന്ത്യ. അപ്പൊ അതിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ കാര്യം വേറെ ഒന്നുമല്ല. നമ്മൾ പ്രിഡോമിനന്റ്ലി ആന്റി BJP സ്റ്റാൻഡ് സ്വീകരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. BJPക്ക് അവിടെ വളർച്ചയ്ക്കുണ്ടെങ്കിൽ പ്രിഡോമിനന്റ്ലി ആന്റി BJP സ്റ്റാൻഡ് സ്വീകരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ട് നമ്മളെ മലയാളികളായിട്ടുള്ള കോമൺ മാൻ്റെ ഒരു തിങ്കിങ്, ഷെയ്ഖ് ഹസീന ഈസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മോദി ആൻഡ് ഷീസ് എ സപ്പോർട്ടർ ഓഫ് BJP എന്നാണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കുകയും ചെയ്യില്ല. അവർ സപ്പോർട്ടർ ഓഫ് BJP അല്ല, അവർ സപ്പോർട്ടർ ഓഫ് മോദി അല്ല, അവർ സപ്പോർട്ടർ ഓഫ് ഇന്ത്യയാണ്. കാര്യം അവരുടെ പാർട്ടിയുടെ DNA അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് ഇന്ത്യയോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അതിന്റെ കാരണം ഷെയ്ഖ് മുജീബുർ റഹ്മാൻ എന്ന് പറയുന്ന അവരുടെ ഫാദർ, അദ്ദേഹമായിരുന്നു ബംഗ്ലാദേശിന്റെ ഫൗണ്ടർ. അദ്ദേഹത്തിന് ബംഗ്ലാദേശ് ഫൗണ്ട് ചെയ്യാൻ ഒറ്റയ്ക്കൊന്നും പറ്റൂലായിരുന്നു. ബിക്കോസ് പാകിസ്ഥാൻ ഈസ് എ സ്ട്രോങ് നേഷൻ ഇൻ ടേംസ് ഓഫ് ഡിഫൻസ് പ്രോവസ്. അപ്പം അവര് ഈസ്റ്റ് പാകിസ്ഥാനിലെ കുറച്ച് ആൾക്കാർ വിചാരിച്ച് അവരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇന്ദിരാഗാന്ധി ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം നമ്മളുടെ ബംഗാളിനെയും ആസാമിനെയും ഒക്കെ ബോർഡർ ചെയ്ത് കിടന്നാൽ ഇന്ത്യക്ക് കിഴക്കും കൂടെ ഒരു ശത്രു ഉണ്ടാവും, ഈസ്റ്റിലും കൂടെ. ഓൾറെഡി കാശ്മീരിന്റെ ഭാഗത്തൊക്കെ പാകിസ്ഥാനെ കൊണ്ട് തലവേദനയാണ്. എന്തിനാണ് നോർത്ത് ഈസ്റ്റേൺ മേഖലയിലും ബംഗാളിലും ഒക്കെ ഉൾപ്പെടുന്ന ഈസ്റ്റേൺ മേഖലയിലും കൂടെ പ്രശ്നം ഉണ്ടാക്കുന്ന അവിടെ പാകിസ്ഥാനെ അങ്ങ് ബംഗ്ലാദേശ് ആക്കിയാൽ നമുക്ക് നല്ലതല്ലെന്ന് ചിന്തിച്ചിട്ട് ബംഗബന്ധു എന്നറിയപ്പെടുന്ന ഷെയ്ഖ് ഹസീനയുടെ ഫാദർ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ നമ്മൾ സപ്പോർട്ട് കൊടുക്കുകയാണ്. അപ്പൊ ആ ബംഗ്ലാദേശ് ഉണ്ടാവാൻ തന്നെ കാരണം ഇന്ത്യ ആയതുകൊണ്ട് അവർക്ക് ഇന്ത്യയോട് വലിയ സ്നേഹമാണ്. അതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചത് ഈ മുജീബുർ റഹ്മാന്റെ പാർട്ടി ആയതുകൊണ്ട് അവരുടെ മകളും അതേ സ്നേഹം ഇന്ത്യയോട് കാണിക്കുന്നു. അല്ലാതെ
BJP-യോടുള്ള സ്നേഹമല്ല. 2008 തൊട്ട് ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്ററാണ് ഷെയ്ഖ് ഹസീന. 2008 തൊട്ട് 14 വരെ ഇന്ത്യ ഭരിച്ചത് മൻമോഹൻ സിംഗ് ആണ്. ആ കാലഘട്ടത്തിൽ മോഡിയുടെ 14 തൊട്ട് 24 വരെയുള്ള കാലഘട്ടത്തിനേക്കാളും കൂടുതൽ സ്നേഹം മൻമോഹൻ സിംഗിന്റെ പീരീഡിൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയോട് കാണിച്ചിട്ടുണ്ട്. സോ ഇറസ്പെക്റ്റീവ് ഓഫ് എ BJP ഗവൺമെന്റ് ഓർ കോൺഗ്രസ് ഗവൺമെന്റ്, അവാമി ലീഗ് പാർട്ടി വിൽ ഓൾവേസ് സപ്പോർട്ട് ഇന്ത്യ ബിക്കോസ് ഓഫ് ഹിസ്റ്റോറിക്കൽ റീസൺസ്. ആ ഹിസ്റ്റോറിക്കൽ റീസണാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊന്നും മനസ്സിലാക്കാൻ ചുമ്മാ നമ്മൾ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എക്സിലും ഒക്കെ ചുമ്മാ കിടന്ന് ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇതിട്ടത്. അതിൽ ബംഗ്ലാദേശിന്റെയും അവാമി ലീഗിന്റെയും കുറച്ച് ഹിസ്റ്ററി ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് ഞാൻ അത് ഇതിന്റെ അകത്ത് ഡിസ്ക്രിപ്ഷനായിട്ട് ഇട്ടേക്കാം. അത് നിങ്ങൾ കേട്ട് ഇന്നലത്തെ വീഡിയോയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. ഇത് പഴയ ഇന്ത്യയുടെ യുണൈറ്റഡ് നേഷൻസിലേക്കുള്ള അംബാസിഡർ ആയിട്ടുള്ള TS തിരുമൂർത്തി എഴുതിയേക്കുന്ന ആർട്ടിക്കിളാണ്. പക്ഷെ അതില് ഒരു ചെറിയ വ്യത്യാസം ഉള്ളത്, ഈ അവിടെ പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ടാവപ്പോഴെല്ലാം ഒന്നുകിൽ ആർമി അവിടെ ഭരണം പിടിച്ചെടുത്ത് അവിടെ പട്ടാള ഭരണം നടപ്പാക്കിയിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് ആർമി ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് 2007 സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയും അവിടുത്തെ BNP ബംഗ്ലാദേശി നാഷണലിസ്റ്റ് പാർട്ടി നടന്ന BNP ഒക്കെ യഥാർത്ഥത്തിൽ അവിടെ ഒരു ജിനോസൈഡ് തന്നെ നടത്തുന്ന ഒരു പരിപാടി ഉണ്ടായി. അവിടെ ഹിന്ദുക്കളെയൊക്കെ ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ മൈനോറിറ്റീസ്, ഹിന്ദുസ് മാത്രമല്ല അവിടെ മൈനോറിറ്റീസ് ഒരുപാട് പേരുണ്ട്. ഏറ്റവും വലിയ മൈനോറിറ്റി ഹിന്ദുസ് ആണെന്നേ ഉള്ളൂ. അവരെയൊക്കെ അറ്റാക്ക് ചെയ്യും, ലൂട്ടിയൊക്കെ ചെയ്യുന്ന സംവിധാനം ഉണ്ടായി. ഒത്തിരി പേര് കൊല്ലുകയൊക്കെ ചെയ്തു. അന്ന് 2007 സമയത്ത് അവിടെ ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ടും ആ രാജ്യത്തിന് നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ടും പട്ടാളത്തിന് ഇടപെടേണ്ടി വന്നിട്ടുണ്ട് 2007. അതിനുശേഷം 2008 അവിടെ ഇലക്ഷൻ നടക്കുന്നതും ഷെയ്ഖ് ഹസീന അവിടെ അധികാരത്തിൽ വരുന്നത്. 2018 അവർ അധികാരത്തിൽ വന്നതിന് ശേഷം 2009 വീണ്ടും ഒരു മിലിറ്ററി കൂപ്പ് അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട് ഷെയ്ഖ് ഹസീനെ പുറത്താക്കാൻ. പക്ഷെ അതിന് വേണ്ട സപ്പോർട്ട് കിട്ടിയില്ല. 10-70 പട്ടാളക്കാർ മരിച്ചതിന്റെ ആയിരുന്നു മിച്ചം 2008-9 സമയത്ത്. കാര്യം സപ്പോർട്ട് കിട്ടാത്തത് കാര്യം വളരെ മര്യാദക്കുള്ള ഒരു ഡെമോക്രാറ്റിക് ഇലക്ഷൻ വഴി അവർ അധികാരത്തിൽ വന്നതാണ്. അപ്പൊ പോപ്പുലർ സപ്പോർട്ട് എല്ലാം ഇൻ ഫേവർ ഓഫ് ഷെയ്ഖ് ഹസീന ആയിരുന്നു അന്ന്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ 2024 ഷെയ്ഖ് ഹസീനയുടെ അതോറിറ്റി മുഴുവൻ നശിക്കുകയാണ്. കാര്യം അവരൊരു ഓട്ടോക്രാറ്റിക് വേയിലേക്ക് പോയതുകൊണ്ട്. അപ്പൊ യൂത്തിന്റെ പ്രൊട്ടസ്റ്റിന് വലിയ റിസർവേഷൻ, അനാവശ്യമായിട്ടുള്ള റിസർവേഷനാണ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും. അതിന് അഗേൻസ്റ്റ് ആയിട്ട് യൂത്ത് നടത്തിയ പ്രൊട്ടസ്റ്റിനൊക്കെ വലിയ സപ്പോർട്ട് കിട്ടി. പക്ഷെ അത് അവിടുത്തെ ഒപ്പോസിഷൻ ഹൈജാക്ക് ചെയ്തെന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം. ഇപ്പൊ ഇന്നലെ തന്നെ മുഹമ്മദ് യൂനുസിന്റെ സത്യപ്രതിജ്ഞയിലൊക്കെ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള ബാൻഡ് ഓർഗനൈസേഷൻ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊരിക്കലും അവരുടെ ഹിസ്റ്ററി നല്ലതല്ല. അവർ മൈനോറിറ്റി ബാഷിങ്ങും ആ രാജ്യത്തില് ആ സമൂഹത്തില് കമ്മ്യൂണലിസം സ്പ്രെഡ് ചെയ്യുക, അതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവരെയൊക്കെ മുഹമ്മദ് യൂനുസിന്റെ ഗവൺമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മുഹമ്മദ് യൂനുസ് ചെയ്യുന്നൊരു തെറ്റായിരിക്കും. മുഹമ്മദ് യൂനുസ് ആരെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം. അദ്ദേഹമാണ് ഇപ്പോൾ അവിടുത്തെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അദ്ദേഹം ഭയങ്കര വലിയൊരു സംഭവമാണ്, അത് ഞാൻ പിന്നെ പറയാം. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള കുറെ പ്രോബ്ലം ഉണ്ട്. അന്ന് 2007 അവിടെ പ്രോബ്ലം ഉണ്ടായപ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നിന്ന മിലിറ്ററിക്ക് ഇന്ന് 2024 ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിലും അവർക്ക് പിള്ളേര് പറഞ്ഞ ആളിനെ പ്രധാനമന്ത്രി ആക്കേണ്ടത്. പിള്ളേര് പറഞ്ഞു മുഹമ്മദ് യൂനുസിനെ ഞങ്ങൾക്ക് ആക്കണം. അപ്പം മുഹമ്മദ് യൂനുസിനെ അവർക്ക് പ്രൈം മിനിസ്റ്റർ ആക്കേണ്ടി വന്നു. പണ്ട് ആർമി അങ്ങനെയല്ലായിരുന്നു, കമാൻഡിങ് പൊസിഷനിലായിരുന്നു. അപ്പൊ ഇന്നത്തെ ബംഗ്ലാദേശിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ശ്രീലങ്കയുടെ അവസ്ഥയോട് പലരും കമ്പയർ ചെയ്യുന്നുണ്ട്. ശ്രീലങ്കയിലും എക്കണോമിക് ക്രൈസിസ് 2 years ബാക്ക് ഉണ്ടായി. അവിടുത്തെ ഗവൺമെന്റ് റിസൈൻ ചെയ്ത് പോവുകയും ഒക്കെ ചെയ്തു. അന്നത്തെ മഹീന്ദ രാജപക്സയുടെയും ഗോതബായ രാജപക്സയുടെയും ഗവൺമെന്റ്. പക്ഷെ ശ്രീലങ്കയുടെ ഗവൺമെന്റിനോടല്ല, ശ്രീലങ്കയിലെ ക്രൈസിസിനോടല്ല ഇതിൽ കൂടുതൽ സാമ്യം. മ്യാൻമറിലെയും മാൽദീവിലെയും ക്രൈസിസിനോടാണ് ഇതിൽ കൂടുതൽ സാമ്യം എന്നാണ് ഈ പറഞ്ഞേക്കുന്നത്. മ്യാൻമറിലെ പട്ടാളത്തിന്റെ അതോറിറ്റി പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പട്ടാളം പലതവണ ഭരണം പിടിച്ചെടുക്കുകയും പട്ടാളം അവിടുത്തെ ഏറ്റവും വലിയ പൊട്ടൻ ഫോഴ്സ് ആയിട്ട് നിലനിൽക്കുകയും ചെയ്ത ഡെമോക്രസിയെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കിയ ഒരു ഇതാണ് മ്യാൻമറിൽ. പക്ഷെ ഇപ്പം അവിടെ പതുക്കെ ഡെമോക്രാറ്റിക് ഫോഴ്സസ് ആർ ഗെയിനിങ് സ്ട്രെങ്ത് ആൻഡ് ദേ ആർ ഫൈറ്റിംഗ് ഇൻ ഈച്ച് ആൻഡ് എവറി പ്ലേസസ് ഇൻ Myanmar, and the control of Myanmar is gradually losing from the generals of Myanmar. അപ്പം പല എത്നിക് ഫോഴ്സസും ഡെമോക്രാറ്റിക് ഫോഴ്സസും മ്യാൻമറിൽ പതുക്കെ ഇൻഫ്ലുവൻഷ്യലാവുകയാണ്. ഇതേ രീതിയിൽ ഇവിടുത്തെ മിലിറ്ററിയുടെ ആ ഒരു പഴയ അതോറിറ്റി ഇപ്പൊ ഇല്ല. അപ്പം മ്യാൻമറുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് നടന്നത്. പിന്നെ മാൽദീവ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല. മാൽദീവ്സിലും ഇതുപോലെ ആന്റി ഇന്ത്യ റെട്ടറിക്കാണ് അവിടുത്തെ ഓപ്പോസിഷൻ പാർട്ടീസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ആന്റി ഇന്ത്യ റെട്ടറിക് സ്പ്രെഡ് ചെയ്ത് ജനങ്ങളുടെ പോപ്പുലർ സപ്പോർട്ട് നേടിയിട്ടാണ് അവിടുത്തെ ഇപ്പോഴത്തെ മുഹമ്മദ് മൊയ്സ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. അന്ന് ഇന്ത്യ ഒരു മിസ്റ്റേക്ക് കാണിച്ചു. ഇന്ത്യ അനുകൂലിയായി ഇബ്രാഹിം മുഹമ്മദ് സൊലിഹ് എന്ന് പറയുന്ന ആളിനെ മാത്രം നമ്മളവിടെ സപ്പോർട്ട് ചെയ്തിട്ട് മറ്റടുത്ത് ഒപ്പോസിഷനുമായിട്ടൊരു ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ തുറക്കാൻ പോലും ഇന്ത്യ ശ്രമിച്ചില്ല. ഇത് തന്നെയാണ് ബംഗ്ലാദേശിലും ഇന്ത്യക്ക് പറ്റിയ. ഇന്ത്യ ഷെയ്ഖ് ഹസീന ഇന്ത്യക്ക് നല്ലവളായതുകൊണ്ട് നമ്മൾ ഷെയ്ഖ് ഹസീനയെ മാക്സിമം സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഒരിക്കൽ പോലും നമ്മൾ ഷെയ്ഖ് ഹസീനയുടെ ഒപ്പോണൻസ് ഭാവിയിൽ അവിടെ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. സോ വി ഷുഡ് ഹാവ് എ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദോസ് ഒപ്പോസിഷൻ പാർട്ടീസ് ഓൾസോ എന്ന് നമ്മൾ ചിന്തിച്ചില്ല.
അതാണ് നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്ക്. പക്ഷേ ഈ രണ്ടിടത്തും നമുക്കൊരു ഗുണമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളെ ചവിട്ടി പുറത്താക്കാൻ പറ്റില്ല. മാൽദീവ്സിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും ഇന്ത്യ ഇൻവെസ്റ്റഡ് ഹ്യൂജ്ലി ഇൻ ദെയർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. സോ വിത്തൗട്ട് ദ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് ഇൻ ദ ഫ്യൂച്ചർ ഓൾസോ these two economies cannot survive. That they know very well. So opposition ഈ റട്ടറിക്കൊക്കെ ഉണ്ടെങ്കിലും ആഫ്റ്റർ കമ്മിങ് ടു പവർ അവർ ആ റട്ടറിക്കൊക്കെ ഒന്ന് കുറച്ചിട്ട് അവർ ഇന്ത്യക്ക് വശംവദരായി. ഇപ്പൊ മുഹമ്മദ് മൈസൂർ ഇപ്പൊ ഇന്ത്യയെ ഈ ഇടയ്ക്ക് താങ്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്, നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതേ രീതിയിൽ ബംഗ്ലാദേശിലെ ഗവൺമെന്റ് പതുക്കെ ഇന്ത്യക്ക് ദ്രോഹമൊന്നും ചെയ്യാതെ, ഇന്ത്യ അനുകൂലമൊന്നും അല്ലെങ്കിൽ ഇന്ത്യക്ക് ദ്രോഹം ചെയ്യാത്ത അവസ്ഥയിലേക്ക് ആക്കാൻ ഇന്ത്യക്ക് ഇന്ന് പറ്റും. അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന എമൗണ്ട് ഒക്കെ വെച്ച് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പേജ് നമുക്ക് ആവശ്യമുള്ളതല്ല. അതിനടുത്ത പേജ് പോകുമ്പം ഓൺ മോണിറ്ററി പോളിസി ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ കാണാം. മോണിറ്ററി പോളിസിയെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ വലിയ ന്യൂസ് ഉണ്ട്. മോണിറ്ററി പോളിസി ലോകം മുഴുവനും സെൻട്രൽ ബാങ്കുകൾ, ആ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് എടുക്കുന്ന പോളിസിയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി ഇന്നലെ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ ഫ്രണ്ട് പേജിൽ പോകുമ്പോൾ പറയാം. പക്ഷെ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് എല്ലാ രാജ്യങ്ങളും, അമേരിക്കയും ജപ്പാനും ഉൾപ്പെടുന്ന വേൾഡിലെ മോസ്റ്റ് ഡെവലപ്ഡ് നേഷൻസും ഇന്ത്യ ഉൾപ്പെടുന്ന ഡെവലപ്പിംഗ് നേഷൻസും എല്ലാം മോണിറ്ററി പോളിസി ഉപയോഗിച്ച് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. മോണിറ്ററി പോളിസി ഉപയോഗിച്ച് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇൻഫ്ലേഷൻ ഈസ് ഓൺ എ ഹയർ സൈഡ് ഇൻ ഓൾ ദീസ് കൺട്രീസ്. So to tame inflation, these countries are making the interest higher. Interest higher ആകുമ്പോൾ എന്ത് സംഭവിക്കും? ലോൺസ് കോസ്റ്റ്ലിയർ ആവും. നമ്മളെ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് കൂട്ടിയാണ് ചെയ്യുന്നത് ഈ സെൻട്രൽ ബാങ്കുകൾ, RBI ഒക്കെ മോണിറ്ററി പോളിസി ഉപയോഗിച്ച്. അപ്പം അവരും റേറ്റ് കൂട്ടിയാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ലോൺ തരുന്ന റേറ്റും കോസ്റ്റ്ലിയർ ആവും. അപ്പം നമ്മൾ ലോൺ എടുക്കുന്ന കുറയ്ക്കും. അപ്പം മാർക്കറ്റിലേക്കുള്ള മണി ഫ്ലോ കുറയും. മാർക്കറ്റിലേക്കുള്ള മണി ഫ്ലോ കുറയുമ്പോൾ ഇൻഫ്ലേഷൻ കുറയും. മാർക്കറ്റിലേക്കുള്ള മണി ഫ്ലോ ആണല്ലോ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇതിനൊരു കോസ്റ്റ് ഉണ്ട്. ഇതിന്റെ കോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ലോൺസ് കൂടുതൽ കോസ്റ്റ്ലിയർ ആകുമ്പോൾ ദ ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് ബിസിനസ്മെൻ will also reduce the loans they are taking from the banks for investment in various business sectors. അപ്പം ഇൻവെസ്റ്റ്മെന്റ് കുറയും. ഇൻവെസ്റ്റ്മെന്റ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും സംഭവിക്കുന്നത്? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കുറയും. സോ ദ യൂത്ത് ഓഫ് ഓൾ ദീസ് കൺട്രീസ് വിൽ ഫേസ് സിവിയർ അൺഎംപ്ലോയ്മെന്റ് ക്രൈസിസ്. അല്ലേ? കാര്യം ഈ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ അപ്പോൾ ആ അൺഎംപ്ലോയ്മെന്റ് ക്രൈസിസ് ഇപ്പൊ US ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് US ഇപ്പോഴത്തെ ജോബ് ഡേറ്റ ഇപ്പൊ വന്നപ്പോൾ അൺഎംപ്ലോയ്മെന്റ് ആണ് അവിടെ കൂടിയത് ഭയങ്കരമായിട്ട്. അത് കണ്ടിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ വളരെ പാനിക് ആയിട്ട് റിയാക്ട് ചെയ്തു. അമേരിക്കയിൽ ഇതാ സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ റിസഷൻ ഉണ്ടാവാൻ പോകണമെന്ന് പറഞ്ഞ് നമ്മളെ ഇവിടുത്തെ മാർക്കറ്റൊക്കെ ഇടിഞ്ഞ് ക്രാഷ് ആയി താഴെ പോയി മിനിഞ്ഞാന്നൊക്കെ. പക്ഷെ അത് വളരെ തെറ്റായിട്ടുള്ള അസംഷനാണ്. ഈ റിസഷന്റെ ഒരു സാധ്യതയും ഇപ്പൊ അമേരിക്കൻ എക്കോണമിയിലോ യൂറോപ്യൻ എക്കോണമിയിലോ ഒന്നും ഇല്ല എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. പക്ഷെ സ്റ്റിൽ ഈ മോണിറ്ററി പോളിസിയിൽ ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആക്കിക്കൊണ്ട് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ജോബ് ലോസിന് കാരണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഇല്ല. അതിന് ഓൾട്ടർനേറ്റീവ്സ് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പക്ഷെ ആ ഓൾട്ടർനേറ്റീവ് ഒന്നും പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. കമ്പനികൾ അവരുടെ പ്രോഫിറ്റ് കുറക്കണമെന്ന്, അംബാനി ഉൾപ്പെടുന്ന ആൾക്കാരാണ് കമ്പനികൾ നടത്തുന്നത്. അവർ പ്രോഫിറ്റ് കുറച്ചിട്ട് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ അവന്മാർ ശ്രമിക്കുമോ? പ്രൈവറ്റ് ഇക്വിറ്റിയാണ് അവരതിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അവർ ചെയ്യുമോ അത്? അപ്പൊ അതൊന്നും ഒരിക്കലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് അത് ഞാൻ ഡിസ്കസ് ചെയ്തില്ല. ഇനി ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്താണെന്ന് നോക്കാം. ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ ലോകമാകമാനം മാർക്കറ്റിൽ നിന്ന് മണി അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 types ഓഫ് മാർക്കറ്റ്സ് ആർ ദെയർ. ഒന്ന് മണി മാർക്കറ്റ്, വേറൊന്ന് ക്യാപിറ്റൽ മാർക്കറ്റ്. സോ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഹാസ് 2 components. One is capital market and another is money market. അപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ഫോർ മീറ്റിംഗ് ദ ലോങ് ടൈം ക്യാപിറ്റൽ റിക്വയർമെന്റ്. സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. നമ്മുടെ ഷെയർ മാർക്കറ്റ് ലോങ് ടൈം ആയിട്ടുള്ള മണി നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പനീസ് ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പോകുന്നത്. അതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഒരു ആം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആമാണ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ, ചിലപ്പോൾ സിംഗിൾ ഡേ തൊട്ട് ഒരാഴ്ച, ഒരു മന്ത്, അങ്ങനെയൊക്കെയുള്ള ഷോർട്ട് ഡ്യൂറേഷനിലേക്കുള്ള മണി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മണി മാർക്കറ്റിൽ പോകുന്നത്. മനസ്സിലായോ? അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കും. അപ്പൊ അതിനെ കുറിച്ചാണ്. പിന്നെ അതിന്റെ താഴെ വൈ ഹിമാലയൻ ടൗൺസ് നീഡ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡെവലപ്മെന്റ് എന്നൊരു ആർട്ടിക്കിൾ കാണാം. ഹിമാലയൻ ടൗൺസ് എന്ന് പറയുമ്പോൾ ഒരു ജമ്മു ആൻഡ് കാശ്മീർ തൊട്ട് ഷിംല ഇതിലെല്ലാത്തിനെയും പറഞ്ഞുണ്ട്. ഇന്ത്യയിൽ ഏതാണ്ട് 8ഓളം സ്റ്റേറ്റുകളും യൂണിയൻ ടെറിട്ടറീസും IHR റീജിയനിലാണ് വരുന്നത്. ഇന്ത്യൻ ഹിമാലയൻ റീജിയനിലാണ് വരുന്നത്. ഈ 11 സ്റ്റേറ്റ്സും 2 യൂണിയൻ ടെറിട്ടറീസും. 8 സ്റ്റേറ്റ്സ് അല്ല, ഈ ഇന്ത്യയിൽ 11 സ്റ്റേറ്റ്സും 2 യൂണിയൻ ടെറിട്ടറീസും IHR റീജിയനാണ് വരുന്നത്, ഇന്ത്യൻ ഹിമാലയൻ റേഞ്ചിൽ.
ഈ ഇന്ത്യൻ ഹിമാലയൻ റേഞ്ചിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് അർബനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കാശ്മീരിലെ ശ്രീനഗർ തൊട്ട് ഷിംലയോ ഇപ്പൊ ഗുവാഹട്ടിയോ ഏത് സ്ഥലങ്ങൾ എടുത്ത് നോക്കിയാണ് ഇവരെല്ലാവരും ഭയങ്കരമായിട്ടുള്ള അർബനൈസേഷന്റെ കാരണം വേറൊന്നുമല്ല, കഴിഞ്ഞ 1-2 ഡെക്കേഡായിട്ട് ഇന്ത്യക്കാരന്റെ ബിഹേവിയറിലുണ്ടായ മാറ്റമാണ്. ടൂറിസം, ഡൊമസ്റ്റിക് ടൂറിസം ഒക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി. അപ്പൊ ടൂറിസം പൊട്ടൻഷ്യൽ കൂടിയപ്പോൾ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ടുള്ള ഈ എക്സ്പാൻഷൻ പ്ലാനുകൾ അവിടുത്തെ ഇക്കോളജിയുടെ സെൻസിറ്റീവ് നേച്ചറൊന്നും നോക്കാതെ നടപ്പാക്കുന്നുണ്ട്. ഒപ്പം അവിടെ പല കാര്യങ്ങൾ, സോളിഡ് ട്രീറ്റ്മെന്റ്, വേസ്റ്റ് ട്രീറ്റ്മെന്റ്, ലിക്വിഡ് വേസ്റ്റ് ട്രീറ്റ്മെന്റ്, ഇതിന്റെയൊക്കെ ഫെസിലിറ്റീസും ഒക്കെ കുറവാണ്. അപ്പം ഈ ഇന്ത്യൻ ഹിമാലയൻ റീജിയനിൽ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് നടപ്പാക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഓരോ സ്ഥലത്തിന്റെയും പ്രത്യേകതകൾ ഉൾക്കൊണ്ട് അവിടുത്തെ ലോക്കൽസിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു ബോട്ടം അപ്പ് അപ്രോച്ചിൽ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് നടത്തിയില്ലെങ്കിൽ വയനാട് വീണ്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലല്ല, വയനാടിനേക്കാളും പ്രോണാണ് ഈ പ്രദേശങ്ങളിൽ പലതും ലാൻഡ് സ്ലൈഡിനും ഒക്കെ. അപ്പൊ അതുകൊണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. പ്ലസ് ഈ പറഞ്ഞ ഇന്ത്യൻ ഹിമാലയൻ റീജിയനിലെ പല സ്ഥലങ്ങളും അർബൻ ഏരിയാസ് എല്ലാം ഭയങ്കര ഫിനാൻഷ്യൽ കൺസ്ട്രെയിന്റ് നേരിടുന്നുണ്ട്. അപ്പം നമ്മളുടെ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇപ്പം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് ഈ ടാക്സ് ഡെവല്യൂഷൻ ഒക്കെ സ്റ്റേറ്റുകൾക്കും ഒക്കെ നടത്തുന്നതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് 16th ഫിനാൻസ് കമ്മീഷൻ അരവിന്ദ് പനഗിരിയുടെ നേതൃത്വത്തിൽ. അപ്പോൾ ഇപ്പം അർബൻ ബോഡീസിന് 0.5% ഓഫ് GDP ആണ് നമ്മളിപ്പോ ഇന്ത്യ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 0.5% ഓഫ് GDP. അത് അറ്റ്ലീസ്റ്റ് 1% ഓഫ് GDP എങ്കിലും ആയിട്ട് ഇൻക്രീസ് ചെയ്താലേ ഈ കൺസ്ട്രെയിന്റ് ഒക്കെ നേരിട്ട് ഈ പറഞ്ഞ അർബൻ ഏരിയാസിന് സസ്റ്റൈനബിൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇനി അടുത്ത പേജുകളൊന്നും നമുക്ക് വേണ്ട. ഇനി PM urges യൂനിസ് ടു എൻഷർ പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റീസ്. യൂനിസ്, മുഹമ്മദ് യൂനിസ്, ബംഗ്ലാദേശിന്റെ പുതിയ ഇന്ററിം പ്രൈം മിനിസ്റ്റർ, അദ്ദേഹത്തിനോട് ഹിന്ദുസ് ഉൾപ്പെടുന്ന മൈനോറിറ്റീസ് അവിടെ ഇപ്പൊ വലിയ ആക്രമണം നേരിടുന്നുണ്ട്, അതുകൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. മുഹമ്മദ് യൂനിസ് അവിടെ താൽക്കാലിക പ്രൈം മിനിസ്റ്റർ മാത്രമാണ്, ബട്ട് സ്റ്റിൽ ഹി ഈസ് നഴ്സിംഗ് ഗ്രേറ്റ് പൊളിറ്റിക്കൽ ആംബിഷൻസ്. ഹി വാണ്ട്സ് ടു ഫോം എ ന്യൂ പൊളിറ്റിക്കൽ പാർട്ടി ഓൾസോ. So this will be just a stepping stone for him to form a new political party, and sometimes he will contest election also in the near future. Now he is heading an interim government just for conducting general election. Okay, മുഹമ്മദ് യൂനിസ് ഒരു ഭയങ്കര പേഴ്സണാലിറ്റിയാണ്, നോബൽ പ്രൈസ് വിന്നറൊക്കെയാണ്. ഞാൻ പിന്നീട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്, അപ്പൊ നമുക്ക് നോക്കിയാൽ. പിന്നെ ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ, ഇന്ത്യക്ക് ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് CDS ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇന്ത്യയുടെ CDS ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് പഠിച്ചു വെച്ചേക്കണം. ഇന്ത്യ ഈസ് ഹാവിംഗ് എ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ബിസൈഡ്സ് ആർമി ചീഫ്, നേവൽ ചീഫ് ആൻഡ് എയർഫോഴ്സ് ചീഫ്, ദാറ്റ് ഈസ് അനിൽ ചൗഹാൻ. പിന്നെ ഈ പേജിൽ വേറെ ഒരു വാർത്തയും നമുക്ക് ആവശ്യമുള്ള പൊളിറ്റിക്കലാണ്. അതിന്റെ അടുത്ത പേജ് പോകുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് വെസ്റ്റ് ബംഗാളിന്റെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ എന്നാണ് മലയാളത്തിലൊക്കെ എഴുതുന്നത്. അദ്ദേഹം ഇന്നലെ മരിച്ചു. ഹി വാസ് ദ ലാസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് വെസ്റ്റ് ബംഗാൾ. ആഫ്റ്റർ ദാറ്റ് ഫ്രം ഹിം മമതാ ബാനർജി got power, and she is having a continuous reign during the last 15 to 20 years in the state of West Bengal. So he is the last chief minister of West Bengal. Last communist chief minister of West Bengal. പിന്നെ വഖഫ് ബിൽ ഗോസ് ടു JPC എന്നൊരു ന്യൂസ് കാണാം. വഖഫ് അമെൻമെന്റ് ബിൽ 2024 കുറിച്ച് ഇന്നലെ പറഞ്ഞതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഹിന്ദുവിൽ ഉടനെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത് മുസ്ലിം മൈനോറിറ്റീസിന്റെ റിലീജിയസ് മാറ്റേഴ്സിന് ഉപയോഗിക്കുന്ന ലാൻഡിനെയാണ് വഖഫ് ലാൻഡ് എന്ന് പറയുന്നത്. അതിലേക്ക് ഓരോരുത്തർക്കും ദാനമൊക്കെ ചെയ്യാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളും മറ്റ് റിയൽ എസ്റ്റേറ്റും ഒക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് വഖഫ് ബോർഡ്. അതിന്റെ അഡ്മിനിസ്ട്രേഷനിൽ കുറെ ചേഞ്ചസ് കൊണ്ടുവരാനുള്ള ബില്ലാണ് വഖഫ് അമെൻമെന്റ് ബിൽ 2024. പക്ഷെ അതിപ്പോ ഭയങ്കര വിവാദമായി. അതുകൊണ്ട് അതിനൊരു JPCക്ക് വിട്ടേക്കാണ് ആ ബില്ലിന്റെ ഇംപ്ലിമെന്റേഷനായിട്ട് സ്റ്റഡി ചെയ്യാൻ. JPC മീൻസ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി. അതിലെല്ലാവരും കാണും, കോൺഗ്രസും BJPയും കമ്മ്യൂണിസ്റ്റും എല്ലാവരും ചേർന്ന്. അപ്പം പിന്നെ അതിൽ വലിയ വിവാദം വരുന്നുണ്ടോ? എല്ലാവരും ചേർന്നായിരിക്കും ആ ബില്ല് പഠിച്ചിട്ട് പാസ്സാക്കുന്നത്, JPC. അതിനടുത്ത പേജിൽ പോകുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഉണ്ട്. നോ ക്ലിനിക്കൽ ട്രയൽ ഫോർ ഡ്രഗ്സ് അപ്രൂവ്ഡ് ഇൻ സെലക്ട് നേഷൻസ്. അതായത്
ചില രാജ്യങ്ങളിൽ അപ്രൂവ് ചെയ്യപ്പെട്ട മരുന്നുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ ഇന്ത്യയിൽ ക്ലിനിക്കൽ ട്രയൽസിന്റെ ആവശ്യമില്ലെന്നാണ്. ആ ചില രാജ്യങ്ങളിലും എല്ലാ മരുന്നും ഇല്ല. ചില രാജ്യങ്ങളിൽ ചില രോഗങ്ങളുടെ മരുന്നുകൾ അപ്രൂവ് ചെയ്യപ്പെട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നാൽ ഇന്ത്യയിൽ പിന്നെ ക്ലിനിക്കൽ ട്രയൽസ് നടത്തത്തില്ലെന്നാണ്. അത് ഇന്ത്യയിൽ ആ മരുന്നുകളുടെ കോസ്റ്റ് കുറയ്ക്കാനാണ്. അതിന്റെ കാരണം ഇത് കാണുമെന്നുണ്ടെങ്കിൽ മനസ്സിലായി. ഇത്രയും ഡ്രഗ്സ് ആണ്. ഡ്രഗ്സ് ഫോർ റയർ ഡിസീസസ്, gene and cellular therapy products, new drugs used in pandemic situations, new drugs used for special defense purposes, and new drugs having significant therapeutic advances over the current standard care. അങ്ങനെയുള്ള 5 കാറ്റഗറിയിലുള്ള മെഡിസിൻസ് US-ലും UK-യിലും ജപ്പാനിലും ഓസ്ട്രേലിയയിലും കാനഡയിലും യൂറോപ്യൻ യൂണിയനിലും അപ്രൂവ് ചെയ്യപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ, ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് അപ്രൂവ് ചെയ്യപ്പെട്ടാണെങ്കിൽ പിന്നെ ഇന്ത്യയിൽ ക്ലിനിക്കൽ ട്രയൽ വേണ്ട. അതെല്ലാം ലോകത്തിലെ ഏറ്റവും സയന്റിഫിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പിന്നെ താഴോട്ട് വരുമ്പോ ask GST Council to take a call on tax of health insurance premiums. FM Finance Minister. ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, ഈ രണ്ടിന്റെ മുകളിൽ 18% GST പോകുന്നുണ്ട്. ആ 18% GST ഗവൺമെന്റ് എടുത്ത് കളയണം എന്നാണ് ഇന്നലെയൊക്കെ പാർലമെന്റിൽ ഭയങ്കര ഇത് നടന്നത്. പക്ഷെ അത് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പറഞ്ഞ ഗവൺമെന്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് GST ബിക്കോസ് GST റിലേറ്റഡ് മാറ്റേഴ്സ് ആർ ബീങ് ഡിസ്കസ്ഡ് ആൻഡ് after the discussions the final authority to take decisions regarding the implementation of GST കൗൺസിലിന് മാത്രമാണ് ഇതിൽ തീരുമാനം എടുക്കാനുള്ള അവകാശം. സെൻട്രൽ ഗവൺമെന്റ് ഒരു അവകാശമില്ല. GST കൗൺസിലിന്റെ ചെയർപേഴ്സൺ ഈസ് ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻഡ് ദ members are the state finance ministers. So on in consensus mode only the GST council is working. So GST കൗൺസിലിൽ സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് എല്ലാം അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഈ തീരുമാനം എടുക്കാൻ പറ്റൂ, സിൻസ് ദ മാറ്റർ ഈസ് റിലേറ്റഡ് ടു GST. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ RBI കാണ്ട് ഇഗ്നോർ ഫുഡ് ഇൻഫ്ലേഷൻ എന്നൊരു ന്യൂസ് കാണാം. അതായത് ഇന്നലെ മോണിറ്ററി പോളിസി റിലീസ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞില്ലേ. മോണിറ്ററി പോളിസി ആരാ ചെയ്യുന്നത്? മോണിറ്ററി പോളിസി കമ്മിറ്റി. അതിന്റെ ചെയർപേഴ്സൺ ആരാണ്? RBIയുടെ ഗവർണർ ശക്തികാന്ത ദാസ്. അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 6 മെമ്പേഴ്സ്. അതിൽ 3 മെമ്പേഴ്സ് RBI, 3 മെമ്പേഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന്. അവർ ഇന്നലെ ഒരു തീരുമാനം എടുത്തു, മോണിറ്ററി പോളിസിയിൽ യാതൊരു ചേഞ്ചും വരുത്തേണ്ടതാണ്. ഇപ്പോൾ മോണിറ്ററി പോളിസിയിലെ റിപ്പോ റേറ്റ് ആണല്ലോ ഏറ്റവും പ്രധാനം. റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ബാങ്കുകൾ സാധാരണ അവരുടെ താഴെയുള്ള ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്ന റേറ്റ് ആണ് റിപ്പോ റേറ്റ്. അത് 6.5% ആണ്. കുറെ കാലമായിട്ട് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. മുമ്പ് 4% ഒക്കെ ഉള്ളായിരുന്നു. ഇത് ഹൈ ആക്കി വെച്ചേക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ. Still inflation is very high. Inflation is very high means food inflation. ബാക്കി ഇൻഫ്ലേഷൻ ഒക്കെ സ്ട്രിക്ട്ലി അണ്ടർ കൺട്രോൾ ആണ്. കോർ ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയുന്നത്. ഈ മൊത്തം ഇൻഫ്ലേഷന് ഫ്യൂവർ ഇൻഫ്ലേഷനും ഫുഡ് ഇൻഫ്ലേഷനും എടുത്ത് മാറ്റിയ ബാക്കി കിട്ടുന്നതാണ് കോർ ഇൻഫ്ലേഷൻ. കോർ ഇൻഫ്ലേഷൻ ഈസ് വെരി വെൽ വിത്തിൻ ദ ലിമിറ്റ്, ബട്ട് ബിക്കോസ് ഓഫ് ഇറാറ്റിക് നേച്ചർ ഓഫ് ഫുഡ് ഇൻഫ്ലേഷൻ ഓൺലി അവർ ടോട്ടൽ ഇൻഫ്ലേഷൻ ഈസ് ഓൺ എ ഹയർ സൈഡ്. So food inflation is very problematic. Reserve Bank of India can't turn a blind eye on food inflation because that will directly affect the cost of food plates of common man in India, especially these common men. അതിൽ majority of them are poor people. അതുകൊണ്ട് തന്നെ ഫുഡ് ഇൻഫ്ലേഷൻ കൂടുതലായതുകൊണ്ട് റിപ്പോ റേറ്റ് കൂട്ടി വെക്കാനും നിർവാഹമുള്ളൂ എന്നാണ് RBI പറഞ്ഞിരിക്കുന്നത്. പിന്നെ RBI പറഞ്ഞിരിക്കുന്നത് വേറൊരു പ്രധാനപ്പെട്ട ഇന്നലെ പറഞ്ഞതാ, UPI വഴി നമുക്ക് 5 ലക്ഷം രൂപ വരെ ടാക്സ് അടയ്ക്കാൻ പറ്റും. ഇപ്പോൾ 1 ലക്ഷം രൂപ വരെ ടാക്സ് അടയ്ക്കാൻ പറ്റൂ, അത് 5 ലക്ഷം ആക്കാൻ പോയാണ്. പിന്നെ വേറൊരു കാര്യം, RBI ഓക്കേസ് കണ്ടിന്യൂസ് CTS ക്ലിയറിംഗ് ഓഫ് ചെക്സ്. CTS എന്താണെന്ന് പഠിച്ചു വെച്ചേക്കണം. ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം. CTS ഈസ് ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം. ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം CTS എന്ന് പറയുന്ന പരിപാടി വഴിയാണ് ചെക്ക് ക്ലിയറൻസ് നടക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ ഒരു ചെക്ക് നമ്മളൊരു ബാങ്കിൽ കൊണ്ട് കൊടുത്താൽ അത് ആ സ്വന്തം ബാങ്കിന്റെ ചെക്ക് തന്നെ അല്ല, അതർ ബാങ്ക് ചെക്ക് ആണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് മിനിമം 1 to 2 days ടു ക്ലിയർ ദാറ്റ് ചെക്ക് ആൻഡ് ക്രെഡിറ്റ് ദാറ്റ് എമൗണ്ട് ടു അവർ അക്കൗണ്ട്. പക്ഷെ അത് ചേഞ്ച് ചെയ്യാൻ പോയാണ്. ഇനി നമ്മൾ ചെക്ക് കൊടുത്താൽ അത് ഏത് ബാങ്കിന്റെ ചെക്ക് ആണെങ്കിലും, നമ്മളിപ്പോൾ SBIയിൽ കൊണ്ട് ബാങ്ക് ഓഫ് ബറോഡയുടെ ചെക്ക് കൊടുത്താലും വിത്തിൻ അവേഴ്സ് ദാറ്റ് ചെക്ക് വിൽ ബി ക്രെഡിറ്റഡ് ടു അവർ അക്കൗണ്ട്. ഫോർ ദാറ്റ് ദേ ആർ ഗോയിങ് ടു ചേഞ്ച് ദ വേ CTS ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം ഈസ് ഫങ്ഷനിങ്. അതാണ് മറ്റൊരു ഡിസിഷൻ എന്ന് പറയുന്നത്. CTSന്റെ എക്സ്പാൻഷൻ അത് മെയിൻലി പഠിക്കേണ്ട ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം. അതിനടുത്ത പേജ് പോകുമ്പോൾ ഇന്റർനാഷണൽ പേജ്. ഹസീന ആ രാജ്യത്ത് വീണ്ടും ഡെമോക്രസി റീസ്റ്റോർ ചെയ്ത് അവിടെ ഇലക്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഷെയ്ഖ് ഹസീന തിരിച്ച് വീണ്ടും ബംഗ്ലാദേശിൽ പോകുന്ന ഷെയ്ഖ് ഹസീനയുടെ മകൻ പറഞ്ഞേക്കുന്നു. അതിന് നമ്മൾ ഇപ്പൊ തൽക്കാലം പ്രാധാന്യം കൊടുക്കേണ്ട. ദാറ്റ് ഈസ് വാട്ട് ഹി സെഡ്.
അതൊക്കെ ഭാവിയിൽ തിരിച്ചറിയാം. കീർ സ്റ്റാമർ, യുടെ പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാമർ ഈസ് ദ ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് UK. ഹി ഈസ് ഫേസിംഗ് ദ ഹീറ്റ് ഓഫ് riot in his country. That riot is mainly against Asian origin Muslim people. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ചില കുട്ടികൾ കൊല്ലപ്പെട്ടു ഷൂട്ടിങ്ങിൽ. അതൊരു ഏഷ്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരു മുസ്ലിം മാനാണെന്ന് ഉള്ള ഒരു പ്രചരണം ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ആ രീതിയിലുള്ള റേസിസ്റ്റ് മെന്റാലിറ്റി ഉള്ള റൈറ്റ് ഇപ്പം UK നടന്നുകൊണ്ടിരിക്കുക. ദാറ്റ് റൈറ്റ് ഈസ് സ്റ്റിൽ നോട്ട് അണ്ടർ കൺട്രോൾ. ദാറ്റ് ഈസ് എ ചലഞ്ച് ഫോർ കീർ സ്റ്റാമർ, ദ ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് UK. പിന്നെ ഇവിടെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധവും ഇസ്രായേൽ യുദ്ധമൊക്കെ തന്നെയാണ്. പിന്നെ ഒളിമ്പിക്സ് പേജിലേക്ക് പോകുമ്പോൾ സന്തോഷം തന്ന ഒരു ദിവസമാണ്. ഒരേ ദിവസം 2 മെഡലുകളൊക്കെ ഒളിമ്പിക്സിന് ഇന്ത്യക്ക് കിട്ടുന്ന വളരെ റെയറാണ്. മൂന്നാമതൊരു മെഡൽ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്ത്യയുടെ റെസ്ലിംഗ് താരം ഇന്നലെ സെമി ഫൈനലിൽ തോറ്റുപോയി. സ്റ്റിൽ ഹി ഹാസ് എ ബ്രോൺസ് മെഡൽ മാച്ച് ടുഡേ. സോ he has a fair chance of getting a bronze medal. Yesterday India won bronze medal in hockey, and this is a successive second Olympics India is getting bronze medal. Last Tokyo Olympics also India won bronze medal. But this Olympics, Paris Olympics also India got a bronze medal. അപ്പോൾ ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറയാൻ നമ്മളൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഹോക്കി നേഷനാണ് വീണ്ടും എന്നാണ്. ഇടയ്ക്ക് വെച്ച് അങ്ങനെ അല്ലായിരുന്നു. ഒരു 80 തൊട്ട് ഒരു 2010 വരെ ഇന്ത്യസ് ഹോക്കി വാസ് ഇൻ എ വെരി പ്രോബ്ലമാറ്റിക് കണ്ടീഷൻ ഇൻ എ ഡിസറെ. ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ നവീൻ പട്നായിക്കിന്റെ ഒക്കെ ഫണ്ടിങ് കൊണ്ടാണ് ഇന്ത്യ ഹോക്കിയിൽ വീണ്ടും ഇതായത്. ഇപ്പം തുടർച്ചയായി 2ാം വട്ടവും 3ാം സ്ഥാനം നേടിയിരിക്കുകയാണ് നമ്മൾ ഒളിമ്പിക്സിൽ. അപ്പോൾ ഹോക്കിയിൽ വീണ്ടും നമ്മൾ ഒരു പ്രതാപം പിടിച്ചു പറ്റുന്നു. ഹോക്കിയിലെ ഇന്ത്യയിലെ ഗ്രേറ്റസ്റ്റ് എവർ പ്ലേയേഴ്സിന്റെ കൂട്ടത്തിൽ ഒരാളായ ശ്രീജേഷ് എന്ന് പറയുന്ന മലയാളി ഇന്നലെ കൊണ്ട് ഹോക്കി ജീവിതം അവസാനിപ്പിച്ച് റിട്ടയർ ചെയ്തു. അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്ലസ് നമ്മളുടെ നീരജ് ചോപ്ര ഇന്നലെ പാകിസ്ഥാൻകാരനാണ് അദ്ദേഹത്തെ തോപ്പിച്ചത്. കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കിട്ടിയ നീരജ് ചോപ്രയ്ക്ക് ഇപ്രാവശ്യം സിൽവർ. സ്റ്റിൽ വി ക്യാൻ കൺഗ്രാറ്റുലേറ്റ് ഹിം ബിക്കോസ് he faced stiff challenges from many of the European and Pakistani challengers. പക്ഷെ സ്റ്റിൽ അത് ഹോൾഡ് ഹിസ് നെർവ് ആൻഡ് വൺ എ സിൽവർ മെഡൽ. അദ്ദേഹത്തിന് ഗോൾഡ് മെഡൽ കിട്ടാനുള്ള ഇതുണ്ടായിരുന്നു. ഈ പാകിസ്ഥാന്റെ അർഷദ് നദീം ഉള്ളതുകൊണ്ട് മാത്രമാണ്. കാര്യം നദീം ഇല്ലായിരുന്നെങ്കിൽ നീരജിന് കാലം മുകളിൽ ആരും എറിഞ്ഞില്ലായിരുന്നു. അപ്പം ഈ അർഷദ് നദീം അങ്ങനെ എപ്പോഴും പെർഫോം ചെയ്തില്ല, ചില സമയത്ത് മാത്രം പെർഫോം ചെയ്തൊരു പ്ലെയറാണ്. ടോട്ടൽ ആയിട്ടുള്ള ഈ കിട്ടിയ മെഡൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് പെർഫോമർ നീരജ് ചോപ്രയാണ്. വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലും ഡയമണ്ട് ലീഗിലും ഒളിമ്പിക്സിലും ഏഷ്യൻ ഗെയിംസിലും എല്ലായിടത്തും. ഏഷ്യൻ ഗെയിംസിലും പാകിസ്ഥാന്റെ ഈ അർഷദ് നദീം ഉണ്ടായിരുന്നു. അവിടെയൊന്നും അദ്ദേഹത്തിനൊന്നും കിട്ടിയില്ല. പക്ഷെ ചില സമയത്ത് അദ്ദേഹം 90 കൂടുതലൊക്കെ അറിയും. യെസ്റ്റർഡേ വാസ് ഹിസ് ഡേ, സോ ഹി വൺ ഗോൾഡ് മെഡൽ. ഇന്ത്യക്ക് നീരജ് ചോപ്രയ്ക്ക് സെക്കൻഡ് ഡേ. പിന്നെ അമൻ ഷെറാവത്ത് എന്ന് പറയുന്ന ഇന്ത്യയുടെ റസലിംഗ് താരം ഇന്ന് ബ്രോൺസ് മെഡലിന് വേണ്ടി മത്സരിക്കുകയാണ്. ഇന്നലെ ഇന്ത്യക്ക് വേറെ ഏതോ ഒരു ഇനത്തിൽ ബ്രോൺസ് മെഡൽ നഷ്ടപ്പെട്ടു. ഇന്ത്യക്ക് മീരാബായി ചാനു എന്ന് പറയുന്ന വെയിറ്റ് ലിഫ്റ്ററിന് 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് 8 or 9 പേരുണ്ട് ഇപ്പം. അതെല്ലാം കൂടെ കിട്ടിയത് ഇന്ത്യക്ക് ഒരു 10-14 മെഡൽ ആവേണ്ട സമയം കഴിഞ്ഞു. ഓക്കെ, പിന്നെ അടുത്ത പേജൊന്നും നമുക്ക് വേണ്ട. പിന്നെ കണ്ടോ, ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. ബംഗ്ലാദേശിന്റെ പുതിയ ഇന്ററിം പ്രൈം മിനിസ്റ്റർ ആയിട്ട് മുഹമ്മദ് യൂനിസ് അധികാരമേറ്റു. വെസ്റ്റ് ബംഗാളിന്റെ പഴയ ചീഫ് മിനിസ്റ്റർ ബുദ്ധദേവ് ഭട്ടാചാര്യ മരിച്ചു. RBI റിപ്പോ റേറ്റ് 6.5% നിലനിർത്തിയത് എല്ലാം ഞാൻ പറഞ്ഞാണ്. വിനേഷ് ഫോഗട്ട് റിട്ടയർമെന്റും അനൗൺസ് ചെയ്തു, അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. നീരജ് ചോപ്ര മെഡൽ വിൻ ചെയ്യുന്നത് നമുക്ക് കാണാം. പിന്നെ CAA സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു ന്യൂസും ഉണ്ട്. പിന്നെ ഇത്രയേ ഉള്ളൂ. ബാക്കി സ്റ്റേറ്റ് പേജിലൊന്നും നമുക്ക് അങ്ങനെ വലുതായിട്ടൊന്നും പറയാമല്ലോ. ഓക്കെ, പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ബട്ട് സ്റ്റിൽ പക്ഷെ ഇപ്പൊ ഞാൻ അത്രയും എന്താ പറയുന്ന നല്ലൊരു വോയിസിൽ എനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും ഐ എം വെരി ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ബിക്കോസ് എനിക്ക് ഒരുവിധം നന്നായിട്ട് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഇന്നത്തെയും ഡിസ്കസ് ചെയ്യാൻ പറ്റിയെന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ നാളെ വീണ്ടും കാണാം. അപ്പം നിങ്ങൾ എനിക്കൊരു കാര്യം ചെയ്തു തരിക. നമ്മൾ ഇത്രയൊക്കെ പെയിനെടുത്താൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. അതാണ് നമുക്ക് കിട്ടാവുന്ന ഇതിൽ കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് വി വിൽ മീറ്റ് അഗെയിൻ ടുമോറോ മോർണിംഗ്. താങ്ക് യു.